Hi goodies, good morning. നിങ്ങളെല്ലാവരും കുറച്ച് നേരം കാത്തിരുന്നിട്ടുണ്ടാവും. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടാണ് കേട്ടോ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയത്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്ന് അതിരാവിലെയാണ് നമ്മൾ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഓഫ് അവർ ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആസ് വി നോ ഹ്യൂമൻ ഫിസിയോളജിയിൽ നമുക്കുള്ള 7 ചാപ്റ്റേഴ്സിൽ വൺ ഓഫ് എൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓൺ ആൻ ആവറേജ് നമുക്ക് നോക്കുമ്പോൾ ഒരു ഇയറിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഷോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാം. സോ 1 to 2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും. അതിന് പുറമേ പിന്നെ നമുക്ക് ലൈക്ക് ആസ് വി നോ ഹ്യൂമൻ ഫിസിയോളജിയിലെ ചില ചാപ്റ്റേഴ്സിനെ എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, കുറേ മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ചില കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ സെൻറ്റൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെയൊക്കെ നോർമലി ഒന്നിലധികം ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്റേഴ്സിൻ്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓൺ ആൻ ആവറേജ് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാൻ നേരത്തെ 15 മാർക്സ് നമുക്ക് ഷോർട്ടായിട്ടും കിട്ടാൻ പറ്റുന്ന അടിപൊളി ചാപ്റ്റർ ആണ്. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും റെഡിയില്ലേ? എല്ലാവരും റെഡിയില്ലേ? സെറ്റല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ആക്ച്വലി ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ ഒരു ക്ലാസ് പറയുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നീറ്റിൻ്റെ ഓൺലൈൻ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ മാത്സ് 2.0 എന്ന് പറയുന്ന XPL 2.0 എന്ന് പറയുന്ന നമ്മുടെ നീറ്റിൻ്റെ ലാസ്റ്റ് ടൈം ക്രാഷ് പ്രോഗ്രാമാണ്. അതിൻ്റെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യണമെന്ന് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദിസ് ഈസ് യുവർ ചാൻസ്. grab your seat and come for the classes. ആക്ച്വലി ഈ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ഓഫ് നീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം ഈ ലാസ്റ്റ് ഫ്യൂ മന്തിലാണ് നമുക്ക് പലപ്പോഴും കുട്ടികളെ റാങ്ക് കിട്ടുന്നതും ഡിറ്റർമിൻ ചെയ്യാതാക്കുന്നതും ഈ ഒരു ഫ്യൂ മന്ത്സ് ആണ്. കാരണം ഇതുവരെയും നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സസ് ആയിരുന്നു. നീറ്റ് പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ പ്രിപ്പയർ ചെയ്യിച്ചു, ക്ലാസ്സസ് ഒക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞേച്ച് ഈ ലാസ്റ്റ് ഫ്യൂ മന്ത്സിൽ ഇറ്റ്സ് അപ് ടു യു ഓൾസോ അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് കൂടി ചെയ്യേണ്ട ഒരു പാർട്ടാണ് വിച്ച് ഇസ് റിവിഷൻ പാർട്ട്. ഈ സമയത്ത് എങ്ങനെ പ്രോപ്പറായി റിവിഷൻ ചെയ്യണം എന്നറിയാതെ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടെ ബൾക്ക് ചെയ്ത് ബുക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആദ്യം തൊട്ട് ഒന്നുകൂടെ തുടങ്ങാൻ എനിക്ക് ഒന്നും ഓർമ്മയില്ല വിചാരിക്കും. ചില ആൾക്കാർ ചില പെൻഡിങ് ടോപ്പിക്കുകൾ ഉണ്ട് എന്ന് ലൈക്ക് ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പെൻഡിങ് ഒന്നും ആർക്കും ആവത്തില്ല അല്ലേ. ഒരു 30 to 40% നമുക്ക് ടോപ്പിക് അറിയാം. പക്ഷെ എങ്കിലും അയ്യോ എനിക്ക് ടോപ്പിക് അറിയില്ല എന്ന് വിചാരിച്ച് ചില ടോപ്പിക്കുകൾ ഇൻറ്റൻസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ബാക്കി ടോപ്പിക്സ് ഒക്കെ റിവൈസ് ചെയ്യാനുള്ള സമയം വിടും. പിന്നെ റിവൈസ് ചെയ്യാൻ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിച്ച് അവസാനം ചെല്ലുമ്പോൾ എല്ലാം കൂടെ തകിടം മറിയും. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ടൈമാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ടൈം. ആൻഡ് ദാറ്റ് ടു ഓൺലൈൻ സ്റ്റുഡൻസ് ആകുമ്പോൾ ആർക്കെപ്പോഴും വീട്ടിലാണ് ഒറ്റയ്ക്കായിരിക്കുക. ഈ സമയത്ത് സ്ട്രെസ് ബിൽഡ് ചെയ്യാം. അത് ഓൺലൈൻ മാത്രമല്ല കേട്ടോ, ഓഫ്ലൈൻ സ്റ്റുഡൻസിനും ബാധകമാണ്. ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇനി പഠിച്ചാൽ സെറ്റാവില്ല, എൻ്റെ മാർക്ക് ഭയങ്കര, പിന്നെ മാർക്ക് കൺസേൺ ആവുക. അപ്പോൾ മാർക്ക് കൺസേൺ ആവുമ്പോൾ ഇനി എക്സാം എഴുതണ്ടെന്ന് തീരുമാനിക്കും. ഈ എക്സാമിന് എനിക്ക് മാർക്ക് കുറവാണ്, ഇത് കണ്ടപ്പോൾ എനിക്ക് കോൺഫിഡൻസ് പോയി, അടുത്ത എക്സാം എഴുതണ്ട, എക്സാമിൻ്റെ 3 hours പഠിക്കാം എന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ ഇതെല്ലാം ശുദ്ധ പൊട്ടത്തരാണ്. കാരണം നമ്മൾക്ക് അറിഞ്ഞൂടാത്ത ടോപ്പിക്കുകളും എല്ലാ കുട്ടികൾക്കും ലൈക്ക് യു മേ ഹാവ് സം ടോപ്പിക്സ് ദാറ്റ് യു ഡോണ്ട് നോ, ദർ വിൽ ബി ടോപ്പിക്സ് ദാറ്റ് യു നോ. പക്ഷേ ബേസിക്കലി നീറ്റിന് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ടോപ്പിക്കിൽ നിന്ന് മാത്രം 100% ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രവും ചോദിക്കില്ല. സോ അതിങ്ങനെ വേരി ചെയ്തിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് പോവുക 15 മാർക്കാണെന്ന് വിചാരിക്കാം. സോ മാക്സിമം പോകുന്നത് 15 മാർക്കാണ്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ബാക്കിയുള്ള ടോപ്പിക്കുകളെല്ലാം റിവൈസ് ചെയ്യാനുള്ള ടൈമിനെ എടുത്തു മാറ്റി വെച്ച് പഠിക്കുക. എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സമയത്ത് നിങ്ങളത് എഴുതാതെ ബാക്ക്ലോഗ് പഠിക്കുക എന്ന് പറയുന്നത് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഈ 15 മാർക്ക് കിട്ടുമ്പോൾ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കിലെയും സ്കോറ് കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമുക്ക് ടൈം ലൈൻഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം.
എക്സാംസ് എഴുതണം, അതും ഒരു പ്രോപ്പർ റിവിഷൻ സ്ട്രാറ്റജി വേണം. ശരിക്കും അതിനു വേണ്ടിയാണ് XPL എന്ന് പറയുന്ന ബാച്ച്. ഇത് നിങ്ങൾ പുതുതായിട്ട് ടോപ്പിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ബേസിക്കായി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ ലാസ്റ്റ് നിമിഷം നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഇഫ് യു ആർ കൺഫ്യൂസ്ഡ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് എങ്ങനെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല, എവിടെ നിന്ന് നിങ്ങൾ വായിച്ചു തുടങ്ങണം എന്നറിയില്ല. ചില കുട്ടികൾ ഒരുപാട് ടൈം എടുത്ത് വായിക്കാൻ ശ്രമിക്കും ചില ടോപ്പിക്കുകൾ, അതുപോലെ ചില കുട്ടികൾ കുറച്ച് ടൈം എടുത്ത് വായിക്കും, അപ്പോൾ അത് അത്ര കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇത് എത്രമാത്രം നിങ്ങൾ ഓരോ ടോപ്പിക്കും റിവൈസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നു എന്നുള്ളത് കറക്റ്റായി മനസ്സിലാക്കാൻ XPL ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ആർ ഹാവിങ് ക്ലാസ്സസ്, എഗെയിൻ ക്ലാസ് കാണണം എന്നല്ല. ബേസിക്കലി യു ക്യാൻ റൈറ്റ് എക്സാംസ്. ഒരു 3 days നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ടോപ്പിക്കുകൾ പഠിക്കും, എന്നിട്ട് അതിൻ്റെ എക്സാം എഴുതി നോക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പെൻഡിങ് ടോപ്പിക്കും പഠിച്ചിട്ട് ഇതൊന്ന് റിവൈസ് ചെയ്തിട്ട് എക്സാം എഴുതി നോക്കാം. അപ്പോൾ ഈ ടോപ്പിക്കിൽ എത്രമാത്രം എക്സലൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി പോവാം. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾ എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. സോ യു ക്യാൻ ഗോ ഫോർ ദി ഫൈനൽ ലാബ് റിവിഷൻ. അപ്പോൾ അതാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു XPL ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കാരണം പിന്നെയും ക്ലാസ് ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പിന്നെയും ക്ലാസ് അല്ല, ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ നോട്ട് ഗുഡ് അറ്റ് ദാറ്റ് ടോപ്പിക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കാണാം. ബട്ട് ബേസിക്കലി ദാറ്റ് ഈസ് ഫോർ യു ടു ഗെറ്റ് എ പ്രോപ്പർ ഗൈഡ് ലൈൻ ഓൺ യുവർ റിവിഷൻ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾ റിവിഷൻ എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആണ്, എത്ര എക്സാം എഴുതണം, എങ്ങനെ എക്സാം എഴുതണം എന്ന് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പലപ്പോഴും നമുക്ക് അറിയാം, നമ്മൾ ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കി ചില എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാൻ നേരത്ത് അതൊക്കെ നമുക്ക് 8ന്റെ പണി തന്നിട്ട് പോവാറുണ്ട് അല്ലേ. കാരണം നമുക്കത് പ്രോപ്പറായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് കിട്ടില്ല. അപ്പോൾ ഇതിനൊരു റിവിഷൻ പ്ലാനും തന്ന് ഇത്രയും ചാപ്റ്റർ റിവൈസ് ചെയ്യൂ, അടുത്ത എക്സാം, ഇത്രയും ചാപ്റ്റർ റിവൈസ് ചെയ്യൂ, എക്സാം, സോ ദാറ്റ് യു നോ ഹൗ യു ഹാവ് പ്രിപ്പയർഡ് ഫോർ ദീസ് ടോപ്പിക്സ്. അപ്പോൾ എല്ലാവരും നമുക്ക് XPL ബാച്ചിൽ കാണാം. നമ്മളെല്ലാ ടീച്ചേഴ്സും നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ സ്ലൈഡിൽ ഈ ചാപ്റ്ററിനെ പറയുന്നതാണ്. ലൈക്ക് വാട്ട് ഈസ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു സിംഗിൾ പേജിൽ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. റൈറ്റ് ഓൾ ദ പോയിന്റ്സ് ആൻഡ് ജെൻസ്, ട്രൈ ടു മെമ്മറൈസ്. എങ്ങനെ ബയോ പഠിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യം എല്ലാ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് ആയിട്ട് അതിൻ്റെ ഹെഡിങ്സ് എഴുതുക. ശേഷം അത് ആദ്യം നിങ്ങൾ മൈൻഡിൽ റിവൈസ് ചെയ്ത് നോക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ടെക്സ്റ്റ് വായിക്കുക. ഇറ്റ്സ് വെരി എഫക്റ്റീവ് റാദർ ദാൻ യു ഗോ ടു ദ ടെക്സ്റ്റ്, റീഡിങ് ഇറ്റ്, ദെൻ കമ്മിങ് ബാക്ക്. അത് കുറച്ചുകൂടെ അത്ര അങ്ങ് എഫക്റ്റീവ് അല്ലാത്ത ഒരു പാർട്ടാണ്. കാരണം നമ്മൾ ആസ് സച്ച് നമ്മൾ ചെന്ന് ആദ്യം ടെക്സ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ നീറ്റിന് എപ്പോഴും ബയോളജി ടെക്സ്റ്റ് വായിക്കണം എന്ന് തന്നെയാണ് പറയുക. പക്ഷേ ടെക്സ്റ്റ് മാത്രം ചെന്ന് വായിക്കാൻ നേരത്ത് നമുക്ക് എന്നാ പറ്റും, നമ്മളിങ്ങനെ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ഏതാണ് അറിയാവുന്ന അറിയില്ലാത്തതെന്നൊന്നും മനസ്സിലാവില്ല. നമുക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ടെൻഷനാവും. അതിലും ബെറ്റർ നിങ്ങൾ ആദ്യം ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതൊന്ന് നിങ്ങൾ സെൽഫായിട്ട് പറഞ്ഞു നോക്കി നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യം എനിക്ക് അറിയാം, there is a few things I have doubt on, അവിടെ മാത്രം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു തുടങ്ങിയാൽ ഭയങ്കര ക്ലാരിറ്റിയോടെ വായിക്കാൻ പറ്റും. അറിഞ്ഞുകൂടാത്ത ടോപ്പിക്ക് മാത്രം സ്പെസിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് വായിക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സീ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് മൈൻഡ് മാപ്പ് ടു സ്റ്റാർട്ട് വിത്ത്. ആദ്യം നമ്മൾ പഠിക്കുക. അപ്പം ഞാൻ ഈ മൈൻഡ് മാപ്പ് ആദ്യം കൊടുത്തിരിക്കുന്നത് റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ആനിമൽസ്. യെസ്, നമ്മൾ ആനിമൽ കിങ്ഡം ചാപ്റ്ററിലും പഠിക്കുന്നതാണ് ഡിഫറെന്റ് ഓർഗാനിസംസ് ആൻഡ് ദെയർ റെസ്പിറേറ്ററി ഓർഗൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫൈലം പോറിഫെറ. പോറിഫെറ ഡിഫ്യൂഷൻ ആണ്. ദർ ഇസ് നോ റെസ്പിറേറ്ററി ഓർഗൻ. നിഡേറിയ, ടീനോഫോറ റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല. പ്ലാറ്റിഹെൽമെന്റസ് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല. ആസ്ഹെൽമെന്റസ് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല. ഓൾ ഫോർ വിച്ച് യു ഹാവ് ഡിഫ്യൂഷൻ. എന്നാൽ അനലിഡ് എത്തുമ്പോൾ നമ്മുടെ എർത്ത് വേമിന് മോയിസ്റ്റ് സ്കിൻ യൂസ് ചെയ്തുകൊണ്ട് റെസ്പയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ആർത്രോപോഡ് എത്തുമ്പോൾ യു ഹാവ് ഡിഫറെന്റ് ഓർഗാനിസം വിത്ത് ഡിഫറെന്റ് റെസ്പിറേറ്ററി ഓർഗൻസ്. ടെറസ്ട്രിയൽ ആണെങ്കിൽ യു ഹാവ് ട്രക്കിയൽ ട്യൂബ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ കോക്രോച്ച്. ഇനി നമ്മൾ അക്വാട്ടിക് ആയിട്ടുള്ള നമ്മുടെ ക്രാബും അതുപോലെ പ്രോൺസും ഒക്കെ പറയുവാണെങ്കിൽ ഗിൽസ് ആണ്. ഇനി കിങ് ക്രാബ് ആണെങ്കിൽ അവർക്ക് ബുക്ക് ഗിൽസ് ആണ്, ദാറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഗിൽസ്. ആൻഡ് ബുക്ക് ലങ്സ് ആണ് നമ്മൾ സ്പൈഡറിലും സ്കോർപ്പിയോണിലും ഒക്കെ കാണുന്നത്. സോ ദെൻ ഫ്രം അപ്പോൾ ആർത്രോപോഡിയിൽ ഒരുപാട് റെസ്പിറേറ്ററി ഓർഗൻസ് ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുക
നമ്മുടെ മൊളസ്കയിലേക്കാണ്. നമുക്കറിയാം ഫെദറി ഗിൽസ് ആണ് റെസ്പിറേഷന് സഹായിക്കുക. എക്കിനോഡർമയ്ക്ക് ബ്രാക്കിയൽ ട്യൂബ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്, വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട് റെസ്പിറേഷന് വേണ്ടി. നൗ ഗോയിങ് ടു ഹെമികാർഡേറ്റ ഗിൽസ് ആണ് എഗെയിൻ റെസ്പിറേഷന് വേണ്ടി സഹായിക്കുക. ആൻഡ് ഫൈനലി വെറ്റിബ്രേറ്റയിൽ എത്തുമ്പോഴത്തേക്കും ഫിഷസിന് ഗിൽസ് ഉണ്ട്. ആംഫിബിയൻസിന് മോയിസ്റ്റ് സ്കിൻ ഉണ്ട്, ബക്കോഫെരിഞ്ചിയൽ ക്യാവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഗിൽസ് ഉണ്ട്. റെപ്റ്റൈൽസിൽ എത്തുമ്പോൾ ലെങ്സ് ഉണ്ട്, ബേർഡ്സിന് ലെങ്സ് ഉണ്ട്, എയർ സാക്ക് സ്പെഷ്യൽ ആയിട്ടുണ്ട് അവർക്ക്. ആൻഡ് ഓൾസോ മാമൽസിൽ നമുക്ക് ലെങ്സ് ഉണ്ട്. വി ഹാവ് ടെറസ്ട്രിയൽ റെസ്പിറേഷൻ. അപ്പോൾ ഡിഫറെന്റ് ഓർഗാൻസും ആൻഡ് ദെയർ റെസ്പിറേറ്ററി ഓർഗൻ അഗെയിൻ ഇറ്റ്സ് എ മിക്സ് ഫ്രം ആനിമൽ കിങ്ഡം ആൻഡ് ഫ്രം ദിസ് ചാപ്റ്റർ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകും ടു ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. അല്ലേടാ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഒരൊറ്റ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിൽ ഓർമ്മ വരും. വി സ്റ്റാർട്ടഡ് ഫ്രം ദ നോസ്ട്രൽസ്, അതിൽ നിന്ന് നേസൽ കനാൽ, നേരെ നേസൽ ക്യാവിറ്റി. ഈ നേസൽ ക്യാവിറ്റിയുടെ പ്രത്യേകത അവിടെയാണ് കണ്ടീഷനിങ് ഓഫ് എയർ സംഭവിക്കുന്നത്. ഗ്യാസസ് എന്ത് ചെയ്യും, മോയിസ്റ്റൻ ചെയ്യും നമ്മൾ. അതുപോലെ തന്നെ ഇവിടെ വെച്ച് ഹീറ്റപ്പ് ചെയ്യും നമ്മൾ എയറിനെ. ഹീറ്റപ്പ് ചെയ്യാനായിട്ട് ബ്ലഡ് വെസൽസ് നേരെ അവിടെ ചുറ്റുമുണ്ട്. സോ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ അലൈൻഡ് ആയിട്ട് ഹീറ്റപ്പ് ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് ഫിൽറ്ററേഷൻ പ്രോസസ്സ് നടത്തും. നേരെ നിങ്ങൾ പോകുന്നത് ട്രക്കിയ വഴിയാണ്. അപ്പോൾ ട്രക്കിയ ഇങ്ങനെ പോകാൻ നേരത്തെ നമുക്കറിയാം ഇവിടെ ഫുഡ് പൈപ്പും വിൻഡ് പൈപ്പും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഫാരിങ്സ് ഉണ്ട്. ഫാരിങ്സിൽ നിന്ന് ഫുഡ് പൈപ്പിലേക്ക് ഫുഡ് പോവാനും വിൻഡ് പൈപ്പിലേക്ക് ഫുഡ് പോവാതിരിക്കാനും സഹായിക്കുന്ന എപ്പിഗ്ലോട്ടിസ് ആണ്, which is over the glottis, the opening of larynx. Larynx voice box ആണ്. Sound box which is made of cartilage. And also അവിടെ നമുക്ക് vocal folds എന്ന് പറയുന്ന മെംബ്രെയിൻസ് ഉണ്ട്. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് we make sound. Then you have trachea. അതിൽ C-shaped cartilageous rings ആണ് നമ്മൾ കാണുക. അങ്ങനെ trachea എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ബ്രോങ്കൈയിലേക്ക് പോകും. ആദ്യം പ്രൈമറി ബ്രോങ്കൈ, നേരെ ലെങ്സിലേക്ക് എൻട്രി ചെയ്യും. ലെങ്സ് നമുക്ക് രണ്ടെണ്ണം അല്ലെ. ഈ ലെങ്സ് ആക്ച്വലി ഔട്ടർ കവറിങ്ങിനെ പ്ലൂറ എന്ന് വിളിക്കും. യു ഹാവ് എ പരൈറ്റൽ പ്ലൂറ ഔട്ട്സൈഡ്, ഇന്നർ സൈഡ് യു ഹാവ് എൻ വിസറൽ പ്ലൂറ. ഇതിനിടയ്ക്ക് പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്, ഫ്രിക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. ദെൻ പ്രൈമറി ബ്രോങ്കൈ ലെങ്സിനകത്ത് എൻട്രി ചെയ്യുമ്പോൾ ഇറ്റ് ഫർദർ ഡിവൈഡ്സ് ഇൻറ്റു സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ, ദെൻ ഇൻറ്റു ബ്രോങ്കിയോൾസ്. ആദ്യം പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ബ്രോങ്കിയോൾസ് 2 ലൈക്ക് ദാറ്റ് മച്ച് നമുക്ക് കാർട്ടിലേജസ് സീറിങ് കാണാം. എന്നാൽ ടെർമിനൽ ബ്രോങ്കിയോളൊക്കെ എത്തുമ്പോൾ നമുക്ക് കാർട്ടിലേജസ് സീറിങ് ഇല്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് യു ഹാവ് ദ എക്സ്ചേഞ്ച് സോൺ വിച്ച് ഇസ് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ, ആൽവിയോള ഡക്ട്, ആൽവിയോള into its cavity space. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ദ ഹോൾ റെസ്പിറേറ്ററി സിസ്റ്റം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സോ വിച്ച് part of respiratory system actually have an exchange zone region? Exchange zone നമ്മൾ പറയുന്നത് ഏത് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ്? എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Yes guys, കിട്ടിയോ? എക്സ്ചേഞ്ച് സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ, ആൽവിയോള ഡക്ട് ആൻഡ് ആൽവിയോളയാണ് നമ്മൾ എന്ത് പറയുക, exchange zone എന്ന് പറയുന്നത്, where exchange of gases is possible, whereas all the other parts up to the terminal bronchiole from the nostril is called as, yes, you call it as the നമ്മുടെ എന്ത് സോൺ എന്ന് വിളിക്കുക, കണ്ടക്ടിങ് സോൺ എന്ന് പറയും. അവിടെ വെച്ചാണ് ഗ്യാസസിന് എന്തുണ്ടാവുന്നത്, മോഡിഫിക്കേഷൻസ് വരിക, ലൈക്ക് യു ഗെറ്റ് ഫിൽറ്ററേഷൻ, യു ഗെറ്റ് ഹീറ്റിംഗ് അപ്പ്, എവറിഥിങ് ഹാപ്പൻസ് ഓവർ ദെയർ. അങ്ങനെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പറഞ്ഞേച്ച് നേരെ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിലേക്ക് എത്തും. അപ്പൊ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിന് നമ്മൾ മനസ്സിലാക്കുക, ലെങ് ആസ് സച്ച് അതിന് മസിൽസ് ഒന്നും ഇല്ല, ഇറ്റ്സ് നോട്ട് ഏബിൾ ടു കോൺട്രാക്ട് ആസ് സച്ച്, സോ ഇറ്റ് ഈസ് ദെയർ ഇൻ എൻ എയർ ടൈറ്റ് ചേംബർ വിച്ച് അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ ദ ലെങ് വോളിയം ചേഞ്ചസ്, ആൻഡ് ദിസ് പാർട്ട് which contains your
sternum, you have the ribs, you have the vertebral column. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? thoracic cage എന്ന് വിളിക്കും. thoracic cageന്റെ posteriorly നമുക്ക് എന്ത് കാണാൻ പറ്റും? dome shaped muscle called as your diaphragm കാണാൻ പറ്റും. And on the upper side you have the clavicles anteriorly. Then on the ventral side we have sternum and ribs, and on the dorsal side you have vertebral column and ribs. Laterally നമുക്ക് ribs ആണുള്ളത്, and between the ribs you have the intercostal muscles. When you inspire in air, നമുക്കറിയാം നമ്മൾ എയർ വലിച്ചെടുക്കാൻ നേരത്തെ yes actually your thoracic cage volume is increasing. കാരണം നമ്മുടെ ribs and sternum moves forward, the diaphragm moves downward, the volume increases, pressure decreases, and you breathe in. And just opposite happens in expiration, which is a passive process. കാരണം external intercostals relax ചെയ്യും, diaphragm relax ചെയ്യും, they all come to the natural position and the volume of air decreases. തരുവല്ലോ അമൃത. Volume of air decreases and you breathe out air because pressure increases. Okay അല്ലേ? അത് കഴിഞ്ഞേച്ച് നമ്മൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ മെക്കാനിസം ഒക്കെ കഴിഞ്ഞേച്ച് നേരെ പോകുന്നത് ലങ് വോളിയം ആൻഡ് കപ്പാസിറ്റിയിലേക്കാണ്, വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എല്ലാ നീറ്റ് എക്സാമിനും ഓൾമോസ്റ്റ് ലൈക്ക് ഇൻ എവറി അതർ നീറ്റ് എക്സാം നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലങ് വോളിയം ആൻഡ് കപ്പാസിറ്റി. അപ്പോൾ ഇത് പഠിക്കാതെ ആരും എക്സാമിന് പോകരുത്. എടുത്ത ഏറ്റവും വലിയ പ്രശ്നം ലങ് വോളിയം ആൻഡ് കപ്പാസിറ്റി നമ്മൾ പഠിച്ചേച്ച് പോവും, പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ട് പോവും? ഈ പഠിക്കാൻ നേരത്ത് അതിന്റെ ഡെഫിനിഷൻ നോക്കാതെ ജസ്റ്റ് വാല്യൂസ് പഠിച്ചിട്ട് പോവും. അപ്പൊ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. യു ഹാവ് ടു ആക്ച്വലി സ്റ്റഡി ദ ടോപ്പിക് ആസ് സച്ച്. അപ്പൊ നമുക്ക് നോക്കാം. To start with tidal volume, the volume of air you breathe in, breathe out normally, which is 500 ml. Then you have inspiratory reserve volume, additional volume of air that you breathe in after a normal breathing. എന്ന് പറയുമ്പോൾ ഞാനൊരു കുഞ്ഞു ഗ്രാഫ് വരച്ചാണ് ഇത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഓർമ്മയില്ലേ? അപ്പോൾ ദാ ഞാൻ ആ ഗ്രാഫ് ഒന്നും കൂടി വരയ്ക്കാം. So this is tidal volume, the volume of air you normally inspire, normally expire during a normal breathing, which is 500 ml. ഇതിങ്ങനെ breathe in ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ additionally some volume of air നെ breathe in ചെയ്യാം. This additional volume of air that you breathe in or breathe out forcefully, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 2500 to 3000 ml. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എന്ത് ചെയ്യുന്നു? നോർമൽ ബ്രീത്ത് ഔട്ട്, നോർമൽ ബ്രീത്ത് ഇൻ, നോർമൽ ബ്രീത്ത് ഔട്ട് കഴിഞ്ഞാലും ഐ ക്യാൻ ആക്ച്വലി ബ്രീത്ത് ഔട്ട് സം എക്സസ് വോളിയം ഓഫ് എയർ. ഇതിനെയാണ് ഞാൻ എന്ത് വിളിക്കുക? എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്, വിച്ച് ഇസ് സംതിങ് അറൌണ്ട് 1000 to 1100 ml. എന്നാലും some air will remain in the lungs even after you forcefully breathe out. That is residual volume. Lungs il thanne kidakkuna, iduകൊണ്ടാണ് alveoli collapse ചെയ്യാതിരിക്കുന്നത്. And that is something around 1100 to 1200 ml. ഇനി capacities ആണ്. You have inspiratory capacity, which is inspiratory reserve volume plus tidal volume. Expiratory capacity, which is expiratory reserve volume plus tidal volume. You have vital capacity, which is inspiratory reserve volume plus tidal volume plus expiratory reserve volume. Then you have, for your functional residual volume, which is residual volume plus expiratory reserve volume. And you have total lung capacity, which is the addition of all volumes: inspiratory reserve volume, tidal volume, expiratory reserve volume plus residual volume. അപ്പോൾ ഇത്രയും പറയുമ്പോഴേക്കും lung volumes and capacities കഴിഞ്ഞു, which is again very 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 important topic in the here. ഇനി നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് എത്തിയത്. അപ്പോൾ ആൽവിയോളയിൽ എയർ എത്തിക്കഴിഞ്ഞാൽ ഇനി എയറിനെ എന്ത് ചെയ്യണം? ബ്ലഡ് വെസൽസിലേക്ക് എത്തിക്കണം. ഫസ്റ്റ് എക്സ്ചേഞ്ച് നടക്കാൻ കാരണം എന്ന് പറയുന്നത് തന്നെ there is a very thin membrane, alveolar membrane, endothelial substances,
basement substance, and then you go to the membrane of your blood vessel, which is endothelium. Itra membrane matram pass cheyda madi, which is less than 1 mm thickness aanu. So it is very thin membrane where diffusion happens. In the രണ്ടാമത്തെ reason, there is partial pressure difference between the gases. അപ്പോൾ ഈ partial pressure difference between the gases on different area is very important. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലാവുമ്പോൾ partial pressure of oxygen is 159 and of carbon dioxide is 0.3. But when it comes to alveoli, oxygen 110 ആവും, carbon dioxide 40 ആവും. And in arterial blood, നമുക്കറിയാം pressure of oxygen is high, 95, carbon dioxide is 40. Whereas in venous blood, carbon dioxide is high, 45, and oxygen is 40. In tissue, just like that, carbon dioxide is high, 45, and oxygen is 40. Whereas if you take this and you go for exchanging, നമുക്കറിയാം നമ്മുടെ വെയിനിൽ നിന്ന് എപ്പോഴും കാർബൺ ഡയോക്സൈഡ് ഹൈ ആയതുകൊണ്ട് ആൽവിയോളയിലേക്ക് എക്സ്ചേഞ്ച് നടക്കും. നേരസ് ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ഹൈ ആയതുകൊണ്ട് അത് ബ്ലഡ് വെസലിലേക്ക് തിരിച്ചു കയറും. ഇനി ഈ കയറിയ ഓക്സിജനെ കൊണ്ട് ഇത് നേരെ ടിഷ്യൂവിൽ ചെല്ലുമ്പോൾ ടിഷ്യൂവിൽ ഓക്സിജൻ കുറവാണ്, ഓക്സിജൻ ബ്ലഡ് വെസലിൽ നിന്ന് ടിഷ്യൂവിലേക്ക് എൻ്റർ ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ടിഷ്യൂവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് വെസലിലേക്ക് റീ എൻട്രി ചെയ്യും. So this exchange is something because of the partial pressure between the gases. Also നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ടർ കൂടി ഉണ്ട്, which is solubility of gases. The solubility 25% more soluble ആയിട്ട് നമ്മൾ പറയും, 25 times more soluble ആയിട്ട് നമ്മൾ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് when compared to oxygen. And then once the exchange happens, then you have to transport the gases. Transport of gases il namak oxygen carbon dioxide transport ine kurichana ariyanuള്ളത്. appo oxygen transport നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് again question വരുന്ന നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ, എല്ലാ ഏരിയയിൽ ക്വസ്റ്റ്യൻ വരും കേട്ടോ, എങ്കിലും നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് കൺഫ്യൂസിങ് ഏരിയ ഈ ചാപ്റ്ററിൽ വരുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് നമുക്ക് പറയാം, ഓക്സിജൻ ട്രാൻസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ 97% ഓഫ് ഓക്സിജൻ ഈസ് ക്യാരിഡ് ബൈ ഹിമോഗ്ലോബിൻ. അവിടെ നമ്മളൊരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് വരയ്ക്കും. ഇനിഷ്യലി ബൈൻഡിങ് ഭയങ്കര കുറവാണ്, ഈവൻ ഇഫ് പാർഷ്യൽ പ്രഷർ ഇൻക്രീസസ്, ബട്ട് later on binding എന്ത് ചെയ്യും, റാപ്പിഡ് ഷൂട്ട് ചെയ്യും. പക്ഷെ once you get all the hemoglobin 100% hemoglobin saturated, then even if you increase the partial pressure of oxygen, there is no change. so ഇങ്ങനെയുള്ള ഒരു കർവ് ആണ് നമുക്ക് കിട്ടുക, which is called a sigmoid curve. ഈ കർവിന്റെ shift towards right and left is important. നമുക്കറിയാം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ even in high partial pressure of oxygen, binding remain the same, so that means it is dissociation of oxygen from hemoglobin. Oxygen in the hemoglobin dissociate ചെയ്യുന്നത് carbon dioxide കൂടുമ്പോൾ, temperature കൂടുമ്പോൾ, H+ കൂടുമ്പോൾ അഥവാ pH കുറയുമ്പോൾ. And likewise നമുക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് വരുന്നതിന് അർത്ഥം yes, even in a low partial pressure of oxygen, binding is very high എന്നാണ് കാണിക്കുന്നത്. So that means this is association. Every factor over here അത് റിവേഴ്സ് ചെയ്യും. സോ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത് ബേസ് ചെയ്ത് ഒരുപാടധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ NCERT നോക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കർവ് അല്ലേ ഉള്ളൂ, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലേ ഉള്ളൂ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള ഷിഫ്റ്റ് പ്രോപ്പറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അവിടെ ഒരു പാരഗ്രാഫിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ബട്ട് ഇൻ നീറ്റ് എൻട്രൻസ് എക്സാം we see questions based on right shift, left shift, also like the factors that helps in binding and of dissociation. ഇനി ഇതുപോലെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് ബൈൻഡിങ് നമുക്ക് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ആക്ച്വലി നമ്മുടെ ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ അറൌണ്ട് 20 to 25% മാത്രമാണ് ഹിമോഗ്ലോബിൻ കൊണ്ടുപോവുക. ബാക്കി 70% associated with like as moving as bicarbonate ions ആണ്, and you have less than 3% dissolved in the plasma. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നോക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബൈകാർബണേറ്റ് അയോൺസ് പ്ലാസ്മയിലാണ് ഉള്ളതെങ്കിലും കാർബോണിക് അൻഹൈഡ്രേഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഈ ബൈകാർബണേറ്റ് അയോൺസ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ
എൻസൈം ഉള്ളത് RBCയിലാണ്. സോ നിങ്ങൾ മനസ്സിലാക്കണം, RBCയുടെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എൻട്രി ചെയ്ത് അവിടെ വെച്ച് കാർബോണിക് അൻഹൈഡ്രേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്ത്, ലൈക്ക് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോണിക് അൻഹൈഡ്രേറ്റ്സ് വാട്ടറുമായി റിയാക്ട് ചെയ്ത് ബൈകാർബണേറ്റ് അയോൺസ് കാർബോണിക് ആസിഡ് ആയി വിച്ച് സ്പ്ലിറ്റ് ഇൻ ടു ബൈകാർബണേറ്റ് അയോൺസ്. എവറിഥിങ് ഹാപ്പൻസ് ഇൻസൈഡ് RBC. പക്ഷെ RBCയിൽ നിന്ന് പിന്നെ ഈ ബൈകാർബണേറ്റ് അയോൺ എന്ത് ചെയ്യുകയാണ് ചെയ്യുക, നമ്മളുടെ പ്ലാസ്മയിലേക്ക് എൻട്രി ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ അത് എൻട്രി ചെയ്യുമ്പോൾ ക്ലോറിൻ അയോൺസ് എന്ത് ചെയ്യും, പ്ലാസ്മയിൽ നിന്ന് നേരെ നമ്മളുടെ ബ്ലഡിലേക്ക് കയറും. ഇതിനെയാണ് ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഈവൺ ഇഫ് NCERTയിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ദിസ് ഹാപ്പൻസ് ഇൻസൈഡ് ദ RBC ഈ ബൈകാർബണേറ്റ് പിന്നെ പ്ലാസ്മയിലേക്ക് എൻട്രി ചെയ്യുന്നതാണ്, അല്ലാതെ ഈ റിയാക്ഷൻ നടക്കുന്നത് പ്ലാസ്മയിലല്ല. സോ നോട്ട് ദിസ് പോയിന്റ്. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ പിന്നെ പോകും ടു ദ റെഗുലേഷൻ ഓഫ് ബ്രീത്തിങ്. അപ്പോൾ ട്രാൻസ്പോർട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലേഷൻ ഓഫ് ബ്രീത്തിങ് ആണ്. വി നോ നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യാൻ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടിന് വേണ്ടി നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യാനായിട്ട് ആ റിതമിക് കോൺട്രാക്ഷനെ സഹായിക്കുന്നത് മെഡുലോ ഒബ്ലോങ്കേറ്റയാണ്, ബിക്കോസ് ദാറ്റ് ഇസ് ദ ഇൻവോളണ്ടറി സെന്റർ ഓഫ് യുവർ ബ്രെയിൻ. പക്ഷേ നമ്മൾ ചില സമയത്ത് ഓടാൻ നേരത്തൊക്കെ നമ്മുടെ എന്ത് ചെയ്യും, ബ്രീത്തിങ് റേറ്റ് ഒക്കെ കൂടും. ഇതിന് കാരണം പോൺസും അതുപോലെ തന്നെ കീമോടാക്സിക് സെന്റേഴ്സുമാണ്. അപ്പോൾ പോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രീത്തിങ്ങിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, ബിക്കോസ് ദർ ഇസ് ന്യൂമോടാക്സിക് സെന്റേഴ്സ് ഇൻ ദി പോൺസ്. ഓൾസോ നമ്മളുടെ ബ്ലഡിൽ കീമോ റിസപ്റ്റേഴ്സ്, ബ്ലഡ് വെസൽസിലായി കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്, അയോട്ടയിലും കരോട്ടിഡ് ആർട്ടറിയിലും. ഇവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ H+നെയും റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ മെഡുലയെ ചെന്ന് ഇൻഫോം ചെയ്തുകൊണ്ട് നമ്മുടെ മെഡുലയുടെ ബ്രീത്തിങ് റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറയാൻ പറ്റും. ഓൾസോ മെഡുലയിൽ തന്നെ വി ഹാവ് കീമോ റിസപ്റ്റർ സെന്റേഴ്സ് വിച്ച് ക്യാൻ അനലൈസ് CSFലൊക്കെ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡ് H+നെ അനലൈസ് ചെയ്തുകൊണ്ട് ഈ സെയിം ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രീത്തിങ് റേറ്റിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ റെഗുലേഷനും പറഞ്ഞ് ഫൈനലി വി ഗോ ടു ദ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ നമ്മൾ പഠിക്കുക എംഫിസീമ, ആസ്മ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ. ആക്ച്വലി നമ്മളിവിടെ പഠിക്കുന്നില്ല ലങ് ക്യാൻസർ, ബട്ട് ദീസ് ആർ ഓൾ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ന്യൂമോണിയ നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസിലാണ്, വിച്ച് ഇസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വിച്ച് കോസസ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഇൻ ദ ആൽവിയോളൈ. ലങ് ക്യാൻസർ എന്ന് പറയുന്ന പാട്ടിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ, ലൈക്ക് ട്യൂമറസ് ഗ്രോത്ത് ഓൺ ദ ലങ്സിനെയാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. കോസസ് ക്യാൻ ബി സ്മോക്കിംഗ് ഓർ ഈവൻ ലൈക്ക് മെനി അതർ റീസൺസ്. ബ്രോങ്കൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആണ്. സാധാരണ നമ്മൾ ഇത് കാണുന്നത് ആസ്മാറ്റിക് പേഷ്യൻസിലാണ്. ആസ്മ വരാൻ നേരത്ത് ബ്രോങ്കൈ ഭയങ്കര നാരോഡ് ആവും, കാരണം അവിടുത്തെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അതുപോലെ തന്നെ അവിടെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും, ആൻഡ് ഇൻഫ്ലമേഷൻ ഇൻ ബ്രോങ്കൈ ഓൾ ടുഗദർ യുവർ ബ്രീത്തിങ് ബിക്കംസ് വെരി ഹാബേർഡ്. ഇതിനെയാണ് നമ്മൾ ആസ്മ എന്ന് പറയുക. ആൻഡ് ദെൻ യു ഹാവ് എംഫിസീമ. സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്ന കണ്ടീഷനാണ്. എംഫിസീമ ഉണ്ടാവുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആൽവിയോളാർ വോൾസ് ഡാമേജ്ഡ് ആവും, ആൻഡ് ദിസ് ബേസിക്കലി കോസസ് ലെസ് എക്സ്ചേഞ്ച് ഇൻ ദി ആൽവിയോളാർ. അപ്പൊ ഇത്രയും പറയുമ്പോൾ യെസ് വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് പാർട്ട് ഓഫ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് വിച്ച് ഇസ് എ മൈൻഡ് മാപ്പ്. ഒരൊറ്റ ഡയഗ്രത്തിൽ എല്ലാം കൊടുത്തിട്ടുള്ളതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുക. ഇതുപോലെ റിവൈസ് ചെയ്ത് നോക്കിയ ശേഷം NCERT വായിക്കുക വേർ യു ഹാവ് ഡൗട്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മളുടെ നീറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ലെറ്റ്സ് മൂവ് ഓൺ. നീറ്റ് 2024 ക്വസ്റ്റ്യൻ. Given below are two statements. One is an assertion and the other is reason. Find the answer. So let's do. Yes, നമുക്ക് നോക്കാം. Assertion തന്നിരിക്കുന്നത് during the transportation of gases about 20 to 25% of carbon dioxide is carried by hemoglobin as carbaminohemoglobin, which is right. Reason, the binding is related to high partial pressure of carbon dioxide, low partial pressure of oxygen in the tissue. കറക്റ്റ് ആണ്. ടിഷ്യൂവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ കൂടുതലാണ്, ഓക്സിജൻ പ്രഷർ കുറവാണ്. അതുകൊണ്ടാണ് ഹിമോഗ്ലോബിൻ ബൈൻഡ്സ് ടു കാർബൺ ഡൈ ഓക്സൈഡ് നോട്ട് വിത്ത് ഓക്സിജൻ. സോ വി ക്യാൻ സേ assertion and reason is true, and even it's a correct explanation why hemoglobin binding transportation 25% of carbon dioxide, it's forming carbaminohemoglobin, and the reason it's a correct explanation of it.
അല്ലെ? നമുക്കറിയാം എന്തുകൊണ്ട് നമുക്ക് ടിഷ്യൂവിൽ വെച്ച് ബൈൻഡിങ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ കാർബമിനോ ഹീമോഗ്ലോബിൻ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ് അബൌട്ട് 20 to 25% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യും ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ദ ബൈൻഡിങ് ഈസ് റിലേറ്റഡ് ടു ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂടുമ്പോഴാണ് ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ്, which of the following factors are favorable for the formation of oxyhemoglobin in alveoli? Which of the following factors are favorable for the formation of oxyhemoglobin in alveoli? ആൽവിയോളയിൽ ഓക്സിഹീമോഗ്ലോബിൻ ഫോം ചെയ്യണമെങ്കിൽ we know partial pressure of oxygen should be high, carbon dioxide low, temperature low, H plus low, pH high. High PO2 but not high PCO2. High PO2 lesser H plus concentration, which is correct. Low PCO2 high H plus concentration is wrong. Low PCO2 high temperature is wrong. So ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാടധികം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. So let's see. Next question. Mass list 1 and 2. NEET 2024 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 25 കഴിഞ്ഞ് 24ലേക്ക് എത്തി. Let's do. Okay. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. ലെറ്റ്സ് സീ ഫ്രം ദ ലിസ്റ്റ് 2. അതാണ് ഏറ്റവും ഈസി ആയിട്ട് വരാം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം plus tidal volume plus inspiratory reserve volume is actually vital capacity. So C1 when the optional answer is 1. Tidal volume plus expiratory reserve volume is expiratory capacity. Tidal volume plus inspiratory reserve volume is inspiratory capacity. And expiratory reserve volume plus residual volume is functional residual capacity. Again, നമുക്ക് എന്താണ്? We can see that this part is very important. Lung volumes and capacity important ആണ്. Hi Vinish. They re-NEET 2024 ഒരു ക്വസ്റ്റ്യൻ ആണ്. Again you can see lung volume and capacity യിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് re-NEETിനും നമുക്ക് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രണ്ട് റീജിയൻ ആണ്. ഒന്ന് ലങ് വോളിയം ആൻഡ് കപ്പാസിറ്റി, മറ്റൊന്നെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. 11th ക്ലാസ് സ്റ്റുഡൻസിനും ട്രൈ ചെയ്യാവുന്നതാണല്ലോ. See this? Maximum volume. അപ്പോൾ ഇത് ഡെഫിനേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ കഴിഞ്ഞ് ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ ചെയ്യുന്നതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് നമ്മൾ വിളിക്കുക. B1 ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിംഗ് നോർമൽ റെസ്പിറേഷൻ ഇസ് ടൈഡൽ വോളിയം. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ഇസ് റെസിഡ്യുവൽ വോളിയം. ആൻഡ് ടോട്ടൽ വോളിയം ഓഫ് എയർ എക്സ്പയർഡ് ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ which is expiratory capacity. Okay guys, now next question. This is from Manipal NEET 2023. Select the sequence of steps in respiration. Choose the correct option given below.
Select the sequence of steps in respiration. Diffusion of gases across alveolar membrane. Diffusion of oxygen and carbon dioxide between the blood and tissue. Transport of gases. Pulmonary ventilation by which atmospheric air is drawn in and carbon dioxide rich alveolar air is released. Utilization of oxygen. So we start with D alle. ആദ്യമേ pulmonary ventilation ആണ് നടക്കുന്നത്. രണ്ടാമത് alveolar membrane ലുള്ള diffusion ആണ്. So it's DA. Answer is first option only. അത് കഴിയുമ്പോൾ transport of gases by the blood. എന്നിട്ട് ടിഷ്യൂവിൽ ഡിഫ്യൂഷൻ നടക്കുന്നു ആൻഡ് ഫൈനലി ടിഷ്യൂവിൽ കാറ്റബോളിസം സംഭവിക്കുന്നു. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. Given below are two statements. One is labeled as assertion, the other is reason. Find the right option. Assertion നമുക്ക് നോക്കാം. A person goes to high altitude and experience altitude sickness with symptoms like breathing difficulty and heart palpitation. Correct ആണ്. When a person പെട്ടെന്ന് എന്ത് ചെയ്യാണ് ഹൈറ്റ്സിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ they will get altitude sickness with breathing difficulty, heart palpitation increase ചെയ്യുക, vomiting, nausea ഉണ്ടാവുക. Due to low atmospheric pressure at high altitude, body does not get sufficient oxygen is the real reason for it. So it's a correct explanation and answer is third option. Question number 22. We are going reverse order le povana. Question number kuttanda. NEET UG 2023. Again, lung volume capacity le question and every other year lung volume capacity le question choikkunnundu. So vital capacity of lung is vital capacity of lung is. Hi Arjun. നിങ്ങൾക്ക് എത്താന്ന് വെച്ച് താമസിച്ചോ? ഹായ് ഷഫിയ. സോ വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ് ഇസ് നമുക്കറിയാം ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. NEET 2022. Which of the following is not the function of conducting part of respiratory system? Which of the following is not the function of conducting part of respiratory system? അപ്പോൾ ഏറ്റവും ആദ്യത്തെ കണ്ടക്റ്റിംഗ് എക്സ്ചേഞ്ച് സോണിൽ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്ന് വരുന്നെന്നും കൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. ദാറ്റ് നെവർ മീൻസ് ലൈക്ക് ദിസ് ഇയർ അവിടെ നിന്ന് തന്നെ വരുന്നല്ല, ബട്ട് നീറ്റിന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ബയോളജിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇട്ടൂടാ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടല്ലോ. Inhaled air is humidified. Yes. Temperature of inhaled air is brought to body temperature. Yes. Providing surface area for diffusion. No. So it clears the inhaled air from flowing particle. Answer is third option. Question number 20. Under normal physiological condition in human being, every 100 ml of oxygenated blood can deliver dash ml of oxygen to the tissue. ഞാൻ ചെക്ക് ചെയ്യട്ടെ, നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ മാത്രം എന്താ കാണാത്തത് നോക്കാം. ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് എക്സാമ്പിൾസ് ആയിട്ടത്. ഇനിയിപ്പോൾ അത് നമ്മുടെ ടീം റിലീസ് ചെയ്യാൻ ലേറ്റ് ആക്കുന്നതാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ ഡിനോസേഴ്സിന്റെ നെയിം പഠിക്കാനും അതുപോലെ തന്നെ അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് മാർസൂപ്പിയൽസിന്റെയും കോഡ് ഓൾറെഡി മിസ് ഇട്ടു.
നോക്കാം. Under normal physiological condition, human beings every 100 ml of oxygenated blood can deliver, yes, 5 ml of oxygen into the tissue. Whereas carbon dioxide ആണെങ്കിൽ to the alveoli it is 4 ml. Question number 21. Which of the following statements are correct with respect to vital capacity? Again, question is coming from lung volume capacity. It include ERV, TV, IRV, expiratory reserve volume, tidal volume, inspiratory reserve volume, total volume of air a person can inspire after normal expiration alla, maximum volume of air a person can breathe in after forced expiration aanu. It include ERV, RV, IRV, തെറ്റാണ്. maximum volume of air a person can breathe out after forced inspiration തിരിച്ച് നമുക്ക് പറയാൻ പറ്റും. So most appropriate answer ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. most appropriate answer, it is A, C and E. Answer is third option. A, C and E. Answer is third option. Okay, next 2021. Partial pressure of oxygen and carbon dioxide at alveoli site of diffusion are respectively. ഈ വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കാനുള്ളതാണ്. partial pressure of oxygen and carbon dioxide in different regions. So ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൽവിയോളയിലെയാണ്. which is 104 and 40 respectively. Answer is first option. Question number. Select the favorable condition required for the formation of oxyhemoglobin at alveoli. ആൽവിയോളയിൽ ഓക്സിഹീമോഗ്ലോബിൻ ഉണ്ടാവണമെങ്കിൽ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ലോ PCO2, ലോ H+, ലോ ടെമ്പറേച്ചർ. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ. ഓക്സിജൻ കൂടുതലായിരിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് H+ ആൻഡ് ടെമ്പറേച്ചർ കുറവായിരിക്കണം. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, the total lung capacity is the total volume of air accommodated in the lungs at the end of forced inspiration. This include lung volume capacity തകർത്ത് വെച്ച ക്വസ്റ്റ്യൻസ് ആണ്. Total lung capacity is the total volume of air accommodated in the lungs at the end of forced inspiration. This include residual volume, inspiratory capacity, expiratory capacity and ERV. തെറ്റാണ്. കാരണം നമുക്കറിയാം റെസിഡ്യുവൽ വോളിയം, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം, എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് അഗെയിൻ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം, ആൻഡ് അഗെയിൻ യു ആർ ഗെറ്റിംഗ് an ERV. So all together you are getting 2 TV and ERV extra. അല്ലേ, നമുക്ക് 2 TVയുടെ ആവശ്യമില്ല, 1 TV ERV ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കിയേ, റെസിഡ്യുവൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി വരുമ്പോൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പിന്നെയും വന്നു, പ്ലസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി വരുമ്പോൾ ഇങ്ങനെ വന്നു, വിച്ച് ഇസ് അഗെയിൻ റോങ്. റെസിഡ്യുവൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, വൈറ്റൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. അഗെയിൻ അത് തെറ്റാണെന്ന് നമുക്കറിയാം. കാരണം വെൻ ഇറ്റ് കംസ് ടു വൈറ്റൽ കപ്പാസിറ്റി അവിടെ ERV പിന്നെയും വരുന്നുണ്ട്, TV വരുന്നുണ്ട്, IRV വരുന്നുണ്ട്, and functional residual capacity is again ERV plus RV. Now let's see residual volume, expiratory reserve volume, tidal volume, inspiratory reserve volume, all volumes added. Answer is
fourth option. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് അറിയാം. We need all the 4 volumes once. അപ്പോൾ answer is fourth option. Question number 16. Match the following column and select the correct option. അയ്യോ എസ് ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറയുന്നത് പോൺസ് ആണ്. A2 ആണ് വരിക. A2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൽവിയോളൈ എന്ന് പറയുന്നത് പ്രൈമറി സൈറ്റ് ഓഫ് ഓക്സിജൻ എക്സ്ചേഞ്ച് ആണ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത് വിത്ത് ഹീമോഗ്ലോബിൻ ആണ് സംഭവിക്കുന്നത്. കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ഉള്ളത് RBCയുടെ അകത്താണ്. സോ ബേസിക്കലി ദ ആൻസർ ഗോസ് ടു ബി സെക്കൻഡ് ഓപ്ഷൻ. ഈവൻ പോൺസ് ആണ് ന്യൂമോടാക്സിക് സെന്റർ നമ്മൾ മാച്ച് ചെയ്ത് കഴിയുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദി ആൻസർ A2 വെച്ച്. അപ്പോൾ എപ്പോഴും മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ചെയ്യുമ്പോൾ ഫോർ എ ക്വിക്ക് ആൻസർ പിന്നെ അത് റീചെക്ക് ചെയ്യണം. എങ്കിലും ക്വിക്കായി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി അറിയാവുന്ന ഒരെണ്ണം മാച്ച് ചെയ്ത് ഉടനെ ആൻസർ ഓപ്ഷനിൽ പോയി ചെക്ക് ചെയ്തോണം. അപ്പോൾ അത് പെർഫെക്റ്റ് വരുന്നത് ചിലപ്പോൾ ഒരെണ്ണേ കാണുള്ളൂ. യു വിൽ ഡയറക്ട്ലി ഗെറ്റ് ഇൻ ടു ദി ആൻസർ. Now question number 14. Select the correct event that occurred during inspiration. Correct event that occurred during inspiration. Eventsine എന്ത് ചെയ്യുക, കറക്റ്റ് ഓർഡറിൽ വെക്കുക, അല്ല കറക്റ്റ് ഉള്ളത് പറയുക. ഇൻസ്പിറേഷനിലാണ് there is contraction of diaphragm. യെസ്, കോൺട്രാക്ട് ചെയ്തിട്ട് ഡയഫ്രം കോൺട്രാക്ട് ചെയ്തിട്ടാണ് ഇറ്റ് മൂവ്സ് ഡൗൺ. ഇങ്ങനെ ഇരിക്കുന്ന ഡയഫ്രം ഇങ്ങനെ മൂവ് ഡൗൺ ചെയ്യും. കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽസ് വഴിയാണ് സ്റ്റേർണം റിബ്സും ഫോർവേഡ് മൂവ് ചെയ്യുക. പൾമിനറി വോളിയം എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുന്നത്. ഇൻട്രാ പൾമിനറി പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ കാരണം പൾമിനറി വോളിയം കൂടുന്നത് കൊണ്ടാണ് ഇൻട്രാ പൾമിനറി പ്രഷർ കുറയുകയാണ് ചെയ്യുക അല്ലെ. ദാറ്റ്സ് വൈ യു ടേക്ക് ഇൻ എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എയർ പ്രഷർ കൂടുമ്പോഴാണ് യു ബ്രീത് ഇൻ. സോ വി ക്യാൻ സേ A and B is correct. Answer is second option. Next, identify the wrong statement with reference to transport of oxygen. Identify the wrong statement in reference to transport of oxygen. Low partial pressure of oxygen in alveoli favor the formation of low carbon dioxide in alveoli favor the formation of oxyhemoglobin. Correct ആണ്. oxyhemoglobin ഉണ്ടാവണമെങ്കിൽ carbon dioxide should be low. അടുത്ത binding of oxygen with hemoglobin is mainly related to the partial pressure of oxygen. Correct ആണ്. oxygen partial pressure കൂടുമ്പോൾ binding കുറയുമ്പോൾ dissociation. Partial pressure of carbon dioxide can interfere oxygen binding with hemoglobin. Correct ആണ്. High H plus concentration in alveoli favors ഇല്ല. Low H plus concentration ആയിരിക്കണം നമുക്ക് എന്തിനു വേണ്ടി, we have oxygen binding to hemoglobin. High H plus concentration കുറവായിരിക്കണം, carbon dioxide കുറവായിരിക്കണം, temperature കുറവായിരിക്കണം. Answer is fourth option. Question number, the maximum volume of air a person can breathe in after forced expiration is known as. Again, you see the question, same from lung volume capacity. Maximum volume of air a person can breathe in after forced expiration. Forced expiration കഴിയുമ്പോൾ എത്രമാത്രം എയർ ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്, which is inspiratory reserve volume plus tidal volume plus expiratory reserve volume. This is a definition question. Question number from NEET 2019. Select the correct statement.
Expiration occur due to external intercostal muscles. External intercostal muscles കാരണമാണ് എക്സ്പിറേഷൻ നടക്കുന്നതെന്നാണ്. സംടൈംസ് നിങ്ങൾ വിചാരിക്കും എക്സ്പിറേഷൻ നടക്കാൻ നേരത്തെ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ റിലാക്സ് ചെയ്യില്ല. അപ്പം അങ്ങനെ ഒട്ടു വരികയാണെങ്കിൽ അതവിടെ വെക്കാം. നെക്സ്റ്റ് നോക്കാം. Intrapulmonary pressure is lower than atmospheric pressure during inspiration, which is correct. Alle, inspiration occur when atmospheric pressure is less than intrapulmonary pressure. Alla, atmospheric pressure koodalayirikkanam, then only you can draw in the air. Expiration is initiated due to contraction of diaphragm. Alla. So, എക്സ്പിറേഷനിൽ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും അതുപോലെ ഡയഫ്രോം റിലാക്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് നെവർ ഗെറ്റിംഗ് കോൺട്രാക്റ്റഡ്. സോ ആൻസർ ബിക്കംസ് സെക്കൻഡ് ഓപ്ഷൻ. പലപ്പോഴും ഫസ്റ്റിൽ എക്സ്പിറേഷൻ ഒക്കെ ഡ്യൂ ടു എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലിന് മാത്രമാണ്, ഡ്യൂ ടു കോൺട്രാക്ഷൻ എന്ന് കൊടുത്തില്ല. അപ്പോൾ നമുക്കൊരു സംശയം വരും, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ റിലാക്സ് ചെയ്യല്ലോ, അങ്ങനെ ഒരു സംശയം വരാം. ബട്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഗോസ് ടു സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് എക്സ്പിറേഷനിൽ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ഇൻവോൾവ് ആണ്. Okay, so this is how you can actually do some questions which you may find it very difficult. Next, ഒരിക്കലും നമ്മൾ ചാടി കയറി ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കറക്റ്റ് ആണെന്ന് കുത്തരുത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വെച്ച് ചെയ്യണം. Now NEET 2019, again another question from lung volume and capacity. Tidal volume and expiratory reserve volume of an athlete is 500 and 1000 ml. നമുക്ക് tidal volume തന്നിട്ടുണ്ട്, expiratory reserve volume തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വാല്യൂസ് ആണ് അല്ലേ. വാട്ട് വിൽ ബി ദി എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഇസ് ദ റെസിജ്വൽ വോളിയം ഇസ് 1200. റെസിജ്വൽ വോളിയം നമുക്ക് 1200 തന്നു. പക്ഷെ അല്ലേ കാര്യമൊന്നുമില്ല, എക്സ്പിറേറ്ററി കപ്പാസിറ്റിക്ക് റെസിജ്വൽ വോളിയം ആവശ്യമില്ല. എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം ആണ്, വിച്ച് ഇസ് 1500 ml. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ? കണ്ണും പൂട്ടി പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇതിൽ ഏതാണ് ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ? ആന്ത്രാസിസ് എന്ന് പറയുന്നത് ബാസിലസ് ആന്ത്രാസി എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന്, ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് വരുന്ന ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്നതാണ്. സിലിക്കോസിസ് എന്ന് പറയുന്ന രോഗം, യെസ്, സിലിക്ക പാർട്ടിക്കിൾസ് നമ്മുടെ ലങ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലങ് ഫൈബ്രോസിസ് ആണ്. ഇത് സാധാരണയായിട്ട് ഉണ്ടാവുന്നത് ഈ നമ്മുടെ ഈ കൽപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു രോഗം ഉണ്ടാവുക. സോ ഇറ്റ്സ് ഒക്കുപേഷണൽ ഡിസോർഡർ. ബോട്ടിലിസം, ക്ലോസ്ട്രീഡിയം ബോട്ടിലൈ, അഗെയിൻ ബാക്ടീരിയൽ ഡിസീസ്. ആൻഡ് എംഫസീമ ഈസ് ഡ്യൂ ടു സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്നതാണ്. ആൽവിയോളാർ വാൾ എലാസ്റ്റിസിറ്റി ലോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ, match the items in column 1 to those in column 2 and select the correct option given below. (2500 to 3000 ml is inspiratory reserve volume. 1100 to 1200 ml is residual volume. Expiratory reserve volume is 1000 to 1100 ml and tidal volume is 500 to 550 ml. So A3, then you have B1, A3, B1. You only have one option. Answer is second one. Next, which of the following options are correctly representing the lung condition in asthma and emphysema respectively? Which of the following options correctly represent the lung conditions in asthma and emphysema respectively? ആസ്മയിൽ നമുക്ക് ഇൻഫർമേഷൻ ഓഫ് ബ്രോങ്കിയോൾസ് സംഭവിക്കും. increase number of bronchiole alla, increase respiratory surface alla, decrease respiratory surface alla. So by which itself you get only option 1. And respiratory surface കുറയുന്നതാണ് emphysema-യിൽ സംഭവിക്കുക. Where alveolar wall-ന്റെ elasticity loss ആവും, അതിന്റെ wall damaged ആവുകയും ചെയ്യും. Answer is first option. Question, lungs are made of air-filled sacs. The alveoli, they do not collapse even after forceful expiration because of. ലങ്
ഉണ്ടാക്കിയിരിക്കുന്ന എയർഫിൽ സാക്സ് ആൽവിയോളായി അവർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന് ശേഷവും കൊളാപ്സ് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? Yes, because some air remains in the lungs even after forced expiration. അതിനെയാണ് റെസിജ്വൽ വോളിയം എന്ന് പറയുന്ന ഈ വോളിയം ഓഫ് എയർ ആണ് ശരിക്കും ആൽവിയോളെ കൊളാപ്സ് ആവാതെ കീപ്പ് ചെയ്യുക. Lung do not collapse between breaths and some air always remain in the lungs which can never be expelled because. കുറച്ച് ട്വിസ്റ്റി ക്വസ്റ്റ്യൻ ആണ്. ലങ്സ് കൊളാപ്സ് ആവില്ല between the breath and some air always remain in the lungs which can never be expelled. അപ്പോൾ റെസിജ്വൽ വോളിയം നമ്മുടെ ലങ്സിൽ കിടക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. നമ്മുടെ ലങ്സിൽ ഒരിക്കലും പോസിറ്റീവ് ഇൻട്രാപ്ലൂറൽ പ്രഷർ അല്ല, വി ഓൾവേസ് ഹാവ് എ നെഗറ്റീവ് ഇൻട്രാപ്ലൂറൽ പ്രഷർ അല്ലെ. അപ്പൊ അത് തെറ്റാണ്. പ്രഷർ ഇൻ ദ ലങ്സ് ഈസ് ഹയർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, തെറ്റാണ്. ഇറ്റ്സ് ലോവർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഈസ് വൈ യു ഇൻസ്പയർ. There is negative pressure in the lungs which is almost correct. അപ്പോൾ നമുക്ക് അവിടെ വെച്ചേക്കാം. There is negative intrapleural pressure pulling the lung wall which is the most appropriate answer. എന്തുകൊണ്ട് ലങ് ഇങ്ങനെ വികസിച്ച് തന്നെ നിൽക്കുന്നു, അതിനകത്ത് എയർ കയറി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇൻട്രാപ്ലൂറൽ പ്രഷർ നെഗറ്റീവ് ആണ്. അപ്പോൾ പ്ലൂറയുടെ ഇടയ്ക്കുള്ള പ്രഷർ നെഗറ്റീവ് ആവുമ്പോൾ ഇതെന്ത് ചെയ്യും? ലങ്ങിന്റെ വാളിനെ പിടിച്ച് വലിക്കും. സോ ദാറ്റ് ഇറ്റ് ഹാസ് ടു ഓൾവേസ് റിമൈൻ എക്സ്പാൻഡഡ്. ഇതിങ്ങനെ ചുരുങ്ങാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ഓൾവേസ് റിമൈൻ എക്സ്പാൻഡഡ് ബിക്കോസ് യു ഹാവ് എ നെഗറ്റീവ് ഇൻട്രാപ്ലൂറൽ പ്രഷർ. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ഈവൻ ഇഫ് ദർ ഇസ് എ നെഗറ്റീവ് ലങ് പ്രഷർ വിച്ച് can confuse you, answer is negative intrapleural pressure ആണ് wall of the lungs നെ പിടിച്ച് വലിച്ചു വെക്കുന്നത്, so that air is there in the alveoli. Next, partial pressure of oxygen in the alveoli of lungs. 2016 question ലേക്ക് എത്തി. Partial pressure of oxygen in the alveoli of lungs less than that in the blood, തെറ്റാണ്. which is like you can write the value അല്ലേ, 104 ആണ്. ലെസ് ദാൻ ദാറ്റ് ബ്ലഡ് അല്ല, ബ്ലഡിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആർട്ടറി തന്നെ 95 ആണ്. ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, തെറ്റാണ്. ഈക്വൽ ടു ദാറ്റ് ഇൻ ദ ബ്ലഡ് അല്ല, മോർ ദാൻ ദാറ്റ് ഇൻ ദ ബ്ലഡ്, ദാറ്റ് ഇസ് വൈ ഓക്സിജൻ ഡിഫ്യൂഷൻ ഇൻ ടു ദ ബ്ലഡ് അല്ലേ. സോ ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 17, ആസ്മ മേ ബി അട്രിബ്യൂട്ടഡ് ടു. എന്തുകൊണ്ട് ആസ്മ ഉണ്ടാവുന്നു? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമല്ല, അലർജിക് റിയാക്ഷൻസ് അതുവഴി എന്ത് ചെയ്യും? എക്സസീവ് മാസൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ത് ചെയ്യുക? ബ്രോങ്കിയോൾസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഫ്രം AIPMT. അപ്പൊ നമുക്ക് നീറ്റ് 2016 വരെയാണ്. നിങ്ങൾക്കറിയാം 2016 ആണ് നീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നിങ്ങൾ നോക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എക്സാമിനേഷന്റെ ആയിരുന്നു, AIPMT. സോ 2015 ക്വസ്റ്റ്യൻ ആണ് ചെക്ക് ചെയ്യുക. When you hold your breath, which of the following gas changes in blood would first lead to the urge to breathe? യെസ്, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതാണ്. ഫോൾ ഇൻ ഓക്സിജൻ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. റൈസിംഗ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഫോളിംഗ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, റൈസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. ഫോൾ ഇൻ ഓക്സിജൻ ആരും ഇവിടെ ഐഡന്റലൈസ് ചെയ്യുന്നില്ല. ഫോളിംഗ് ഓക്സിജൻ കോൺസെൻട്രേഷനും അല്ല. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ, approximately 70% of carbon dioxide absorbed by the blood will be transported to the lungs. 70% കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? Yes, they are transported as bicarbonate ion in the form of dissolved gas, only 3%. Binding with RBC, no. Carb amino hemoglobin is only 20 to 25%. Question,
Figure shows a diagrammatic view of human respiratory system. A, B, C and D are labeled. Select the options which give correct identification and the main function or characteristics of the tissue. Yes, നമുക്ക് നോക്കാം. A എന്ന് പറയുന്നത് ട്രക്കിയ ആണ്. സി ഷേപ്ഡ് കാർട്ടിലേജിയസ് റിങ്സ് നമുക്ക് കാണാം. എ ട്രക്കിയ ലോങ് ട്യൂബ് സപ്പോർട്ടഡ് ബൈ കംപ്ലീറ്റ് അല്ല ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിയസ് റിംഗ് ആണ്. അത് തെറ്റാണ്. ഇനി ബി കൊടുത്തിരിക്കുന്നത് എന്താണ്? യെസ്, അതെന്ന് പറയുന്നത് നമ്മളുടെ പ്ലൂറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലൂറൽ മെംബ്രെയിൻ സറൗണ്ട്സ് റിബ്സ് ഓൺ ബോത്ത് സൈഡ്സ് ടു പ്രൊവൈഡ് കുഷൻ എഗൻസ്റ്റ് റബ്ബിംഗ്. ബി ഇസ് കറക്റ്റ്. സി എന്ന് പറയുന്നത് ആൽവിയോളയാണ്. തിൻ വോൾഡ് വാസ്കുലർ ബാക്ക് ലെഗ് സ്ട്രക്ചർ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇസ് കറക്റ്റ്. And D is lower end of lung. Diaphragm pulls it down during inspiration. It's not lower end of the lungs alla kodutirikunathu. It's actually diaphragm aanu kodutirikunathu which is pulled during inspiration. So B is pleural membrane. Let me check. Surround ribs on both sides alla. Surrounded by ribs and it's not surrounding ribs. It is surrounded by ribs. Kando. ഇവിടെ സറൗണ്ട് റിബ്സ് എന്നാണ്. റിബ്സിന് ചുറ്റുമല്ല കാണുന്നത്, റിബ്സ് അതിന് ശേഷമാണ് കാണുന്നത്. റിബ്സ് ഇസ് സറൗണ്ടിങ് ഇറ്റ്. സോ ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ സി, ആൽവിയോളെ വിച്ച് ഹെൽപ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. Now let's see this question. So before we move on to the next question, we will take a small 5-minute break. പെട്ടെന്ന് തിരിച്ചു വരാം. വേഗം ഈ ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് ആൻസർ പറഞ്ഞിരിക്കാം. So let's see. People who have migrated from the plains to an area adjoining Rohtang Pass about 6 months back. ഇവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹൈ ഹില്ലി ഏരിയയിലേക്ക് താമസം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? സഫേഴ്സ് ഫ്രം ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വിത്ത് സിംറ്റംസ്? നോ, ബിക്കോസ് 6 months ബാക്ക് അവർ പോയിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഇസ് എൻ അക്യൂട്ട് സിംറ്റം. നമ്മൾ പെട്ടെന്ന് മല കയറുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഹാവ് എ യൂഷ്വൽ RBC കൗണ്ട് ബട്ട് ദ ഹിമോഗ്ലോബിൻ ഹാസ് വെരി ഹൈ ബൈൻഡിങ് അഫിനിറ്റി ടു ഓക്സിജൻ? തെറ്റാണ്. RBC കൗണ്ട് കൂടും.
hemoglobin binding to oxygen കുറയും so that it can be actually released into the tissue. More RBCs and their hemoglobin has less oxygen affinity. Oxygen hemoglobin affinity കുറയുമ്പോഴാണ് what we can do, hemoglobin oxygen tissue ലേക്ക് കൊടുക്കണമെങ്കിൽ affinity കുറയണം. So ഇങ്ങനെയുള്ള ആളുകൾക്ക് RBCയുടെ എണ്ണം കൂടും. Why? Because of course there is a need, നമുക്ക് more hemoglobin വേണം because atmospheric oxygen is less. You have to bind to this. പക്ഷേ they have to be able to release into tissue. അതുകൊണ്ട് തന്നെ lower affinity of hemoglobin to oxygen ആണ് സംഭവിക്കുക. This is one of a very brilliant question. So answer is third option. Next, APMT 2012. Which one of the following is correct statement in respiration of humans? Sorry, respiration in humans. Workers in grinding and stone breaking industries may suffer from lung fibrosis. About 90% of carbon dioxide is carried by hemoglobin as carb-aminohemoglobin. Wrong, it's 20 to 25%. Cigarette smoking may lead to inflammation in bronchi. Bronchial inflammation is like possible, but mostly it causes emphysema. Neural signal from pneumotaxic center in Pons region of brain can increase the duration, they decrease the duration of inspiration. So working in grinding and stone breaking industries may suffer from lung fibrosis is the right option. Answer is first one. It really causes emphysema. Inflammation of bronchi നിങ്ങൾ പഠിക്കുന്നത് asthmatic condition ലാണ്. But if you ask, like cigarette smoking can lead to bronchitis is the right one. പക്ഷെ most appropriate answer ആണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുക. Bulk of carbon dioxide released from the body tissue into blood is present as. Bulk of carbon dioxide, ഏറ്റവും കൂടുതൽ carbon dioxide body ടിഷ്യൂയിലേക്ക് റിലീസ് ചെയ്യുന്നത് ബ്ലഡിൽ ഏത് ഫോമിലാണ് കാണപ്പെടുന്നത്? Carb-aminohemoglobin is only 20 to 25%. Bicarbonate in the blood plasma and RBC, that is correct, 70%. Free carbon dioxide is just 3%. 70% carb-aminohemoglobin is wrong. Question: a large proportion of oxygen is left unused in human blood even after its uptake by the body tissue. This oxygen ഒരു ലാർജ് പോർഷൻ ഓഫ് ഓക്സിജൻ എന്തായിരിക്കും? ലെഫ്റ്റ് അൺയൂസ്ഡ് ആയിരിക്കും ആഫ്റ്റർ ഇറ്റ്സ് അപ്ടേക്ക് ബൈ ദ ബോഡി ടിഷ്യൂ എടുത്ത ശേഷവും ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ലെഫ്റ്റ് അൺയൂസ്ഡ് ആയിരിക്കും. ലൈക്ക് വി നോ 5 ml ഓഫ് ഓക്സിജനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നോർമൽ കണ്ടീഷനിൽ ടിഷ്യൂയിലേക്ക് കൊടുക്കുക. പക്ഷേ when your tissue is under exercise, actually your body gives 15 ml of oxygen. So it can act as a reserve during muscular exercise. Muscular exercise in സമയത്ത് ഒരു റിസർവ് ആയിട്ട് ഈ ഓക്സിജനെ കീപ്പ് ചെയ്യാൻ പറ്റും. So they can give more oxygen. Raises the carbon dioxide of blood too. That is wrong. Do not raise the carbon dioxide. Is enough to keep the oxyhemoglobin saturation 96% ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. Helps in releasing more oxygen to the epithelial tissue. Epithelial ടിഷ്യൂയിലേക്ക് ഓക്സിജൻ റിലീസിന് ഇതൊരു റീസൺ ആയിട്ട് നമ്മൾ പറയില്ല. ഇറ്റ് ഇസ് ആക്ച്വലി ടു ദ മസ്കുലർ ടിഷ്യൂ വി റിലീസ് മോർ ഓക്സിജൻ. The figure given below show a small part of human
lung where exchange of gases takes place. In which of the portion given below part A, B, C is correctly identified with its function? So let's see. C എന്ന് പറയുന്നത് arterial capillary passes oxygen to the tissue. Actually ഇവിടോട്ട് വരുന്നത് arterial capillary അല്ല, it is venous capillary ആണ്. Passes oxygen to the tissue ഇതല്ല. A എന്ന് പറയുന്നത് alveolar cavity, main site of exchange of respiratory gas, which is like correct. D, capillary wall. D is not capillary wall. Oxygen, carbon dioxide takes place, exchange takes place. It's not capillary wall given. D capillary wall alla. D എന്ന് പറയുന്നത് intercellular സ്പേസിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. B എന്ന് പറയുന്നത് RBC, ട്രാൻസ്പോർട്ട് കാർബൺ ഡയോക്സൈഡ് മെയിൻലി തെറ്റാണ്, ഓക്സിജനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. സോ വി ക്യാൻ സേ alveolar cavity, main site of exchange of respiratory gas is A. Two friends are eating together on a dining table. One of them suddenly starts coughing while swallowing some food. This cough would be due to improper movement of. സാധാരണ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇടയ്ക്ക് നമുക്ക് ചുമ വരാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? ഫുഡ് ക്യാൻ due to improper movement of epiglottis, whereas the food can move into your respiratory tract, and respiratory tract like food move ചെയ്തു കഴിഞ്ഞാൽ your immediate response is cough so as to expel that food out of the system. What is true about RBC in humans? What is true about RBC in human? They do not carry carbon dioxide at all. It's wrong. They carry carbon dioxide 20 to 25%. They carry about 20 to 25% of carbon dioxide is true. They transport 99.5% oxygen. No, it's just 97%. They transport 80% of oxygen only. That is also again wrong. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ആയിട്ട് വരാ സെക്കൻഡ് ഓപ്ഷൻ ആണ്. AIPMT 2010 lists below are 4 respiratory capacities and 4 jumbled respiratory organs of normal human adult. Which of the following is the correct matching? I think the options are not full. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. AIPMT 2008. What is the vital capacity of our lungs? The other question was not complete. What is the vital capacity of lungs? Inspiratory reserve volume plus expiratory reserve volume is vital capacity, which is inspiratory reserve volume plus tidal volume plus expiratory reserve volume. Total lung capacity minus residual volume, which is correct. Total lung capacity എല്ലാ വോളിയത്തിന്റെ സമ്മാണ്. അവിടെ നിന്ന് റെസിഡ്യുവൽ വോളിയത്തിനെ റിമൂവ് ചെയ്താൽ then you have inspiratory reserve volume, tidal volume, expiratory reserve volume, which is actually vital capacity. Bowman's gland are located in.
ബൊമൻസ് ക്യാപ്സ്യൂൾ അല്ല. ബൊമൻസ് ഗ്ലാൻഡ് എവിടെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്യാവുന്ന, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ബൊമൻസ് ഗ്ലാൻഡ് ഇസ് ആക്ച്വലി പ്രസന്റ് ഓൺ ദി ഓൾഫാക്ടറി എപ്പിത്തീലിയം ഓഫ് നോസ്. നോസിന്റെ ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിലുള്ള ഗ്ലാൻഡ് ആണ് ബൊമൻസ് ഗ്ലാൻഡ്. Bowman's gland are found in. Again the same question. Olfactory epitheliatilana Bowman's gland ulladu. Answer is first option. So something new you are hearing. The majority of carbon dioxide produced by our body cell is transported to the lungs. Majority of carbon dioxide produced by our body is transported to lungs as bicarbonate ions. Answer is second option. Which one of the following statement is incorrect? Aanu choichirikkunnathu. The residual air in lungs slightly decrease the efficiency of respiration in mammals. മാമൽസിലെ റെസ്പിറേഷൻ എഫിഷ്യൻസി സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസിജ്വൽ എയർ വിച്ച് ഈസ് ആക്ച്വലി റോങ്. റെസിജ്വൽ എയർ ഈവൻ വെൻ യു ആർ നോട്ട് ബ്രീതിങ് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും? ഗ്യാസ് എക്സ്ചേഞ്ച് പോസിബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് റോങ്. The presence of non-respiratory air sacs increase the efficiency of respiration in birds. Correct ആണ്. In insects, circulating body fluid serves to distribute oxygen to tissue. Actually, insects circulating body fluid never serve to distribute oxygen to tissue. Direct exchange of gases aanu nadakka. So again, like we have a small doubt over here. Then, principle of counter current flows facilitate efficient respiration in gills of fishes, which is correct. Counter current flow of blood vazhiyana പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? ബ്ലഡിലേക്ക് ഗ്യാസ് എക്സ്ചേഞ്ച് പോസിബിൾ ആവുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ റെസിജ്വൽ എയർ സ്ലൈറ്റ്ലി ഡിക്രീസ് ദി എഫിഷ്യൻസി ഓഫ് റെസ്പിറേഷൻ ഇൻ മാമൽസ് ഇസ് ഓൾസോ റൈറ്റ്. സോ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഇൻ ഇൻസെക്ട്സ് സർക്കുലേറ്റിംഗ് ബോഡി ഫ്ലൂയിഡ് സെർവ് ടു ഡിസ്ട്രിബ്യൂട്ട് ഓക്സിജൻ ടു ദി ടിഷ്യൂ ഇസ് റോങ്. നമുക്കറിയാം ഇൻസെക്ട്സിൽ ഡയറക്റ്റ് ട്രക്കിയൽ ട്യൂബിൽ നിന്നാണ് ഗ്യാസ് എക്സ്ചേഞ്ച് പോസിബിൾ ആവുക. അവിടെ അവരുടെ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡിന് pigments absent ആണ്, so as to carry gases to the tissue. So that was the end of it. It was a nice section. നമ്മൾ ഒരുപാടധികം ക്വസ്റ്റ്യൻസ്, ശരിക്കും ഒരു 2006 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ വൈ യു ഹാവ് ടു ഡു PYQ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓൾസോ വെൻ യു ഡു ദീസ് ക്വസ്റ്റ്യൻസ് യു ഗെറ്റ് മോർ കോൺഫിഡൻസ്, ലൈക്ക് ദാറ്റ് ഇസ് ലൈക്ക് വെരി ഗുഡ്, ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റി, ദിസ് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കൺസൈസ് നിങ്ങൾക്ക് കിട്ടും വെൻ യു ഡു മോർ ആൻഡ് മോർ PYQ ക്വസ്റ്റ്യൻസ്. അതിനർത്ഥം PYQ ആസ് സച്ച് ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ല, വിച്ച് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് ബീങ് ആസ്ക്ഡ് ഫ്രോം നീറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? PYQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ അത് കണ്ട് അതിൽ തെറ്റുന്ന ക്വസ്റ്റ്യൻസിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ഓൾസോ ഡു മോർ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇൻ ബയോളജി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും, അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. ബട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ 2016 താഴേക്ക് പോകാൻ നേരത്ത് സിലബസ് കുറച്ചുകൂടെ ആ സമയത്ത് എക്സ്റ്റെൻഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ നീറ്റിൽ നമ്മുടെ NCERT കാണാത്തത് എന്ത് ചെയ്യുക, ഇവിടെ കണ്ടത്. അതിനർത്ഥം നിങ്ങൾ അതെല്ലാ കൺസെപ്റ്റും പഠിക്കണം എന്നല്ല. യു ഡോണ്ട് ഹാവ് ടു, സിൻസ് യു ഹാവ് ലേൺഡ് എ ഫ്യൂ, ദാറ്റ് ഇസ് ഇനഫ്. ഒരിക്കലും ഔട്ട് ഓഫ് ദി സിലബസ് പഠിക്കേണ്ട ആവശ്യമില്ല. മേ ബി ലൈക്ക് ഒരു 1% ക്വസ്റ്റ്യൻ ആയിരിക്കും ഔട്ട് ഓഫ് സിലബസ് വരുന്നത്. ബട്ട് ഇഫ് യു ഡു 99% ഫ്രം ഇൻ സിലബസ് യു ആർ ഗോയിങ് ടു ക്രാക്ക് നീറ്റ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പോൾ XPL ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. XPL 2.0 ഫ്രം ദ സ്റ്റാർട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഏറ്റവും ഉത്തമമായ കാര്യം. സോ സീ യു ഓൾ ദേർ. ബൈ. താങ്ക്